ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ബ്രെഡ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇനി 3 ഉള്ളി 2 പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചതാണ്. ഇനി ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇതൊന്ന് കുറച്ച് ബ്രൗൺ കളറാകുന്നവരെ വഴറ്റിയെടുക്കുക. ഇത് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ചിക്കൻ ഇതവിടെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് പൊരിച്ച് വെച്ചതാണ്. ഇത് ചെറുതായിട്ട് പീസാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇത് വഴഞ്ഞ് വരുന്ന സമയത്ത് ഈ ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക, എല്ലായിടത്തും മിക്സ് ആകുന്ന പോലെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഗരം മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഐറ്റമാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഗരം മസാല ചേർത്തിട്ട് കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ബ്രെഡ് നിറക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിലേക്ക് ആദ്യം തന്നെ മയോണൈസ് പുരട്ടി കൊടുക്കുക. നല്ലോണം എല്ലാ ഭാഗത്തും പുരട്ടുക. എന്നിട്ട് ഇതിൽ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ അടുത്ത ബ്രെഡും ഇതുപോലെ തന്നെ മയോണൈസ് പുരട്ടിയിട്ട് നമുക്കിതുപോലെ മൂടിക്കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലോണം മയോണൈസ് പുരട്ടുക. എന്നിട്ട് ആദ്യം ഉണ്ടാക്കി വെച്ചത് മൂടിക്കൊടുക്കുക. അതുപോലെ തന്നെ നമുക്ക് ഓരോ ബ്രെഡും ഇങ്ങനെ ചെയ്തെടുക്കണം. എല്ലാ ബ്രെഡും ഇതുപോലെ മസാല നിറക്കുക, അതുപോലെ തന്നെ മയോണൈസ് പുരട്ടുക, മൂടുക. എന്നിട്ട് അങ്ങനെ എല്ലാ ബ്രെഡും അങ്ങനെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 മുട്ട ഒരു പാത്രത്തിലേക്ക് 2 മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ഇത് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ഈ മുട്ട മുക്കിയിട്ടാണ് നമ്മൾ ഈ ബ്രെഡ് പൊരിക്കാൻ പോകുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഈ മുട്ട ഇതിൽ മുക്കിയത് പാനിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കേണ്ടതുണ്ട്. ഒരു സൈഡ് നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കുക. നല്ലൊരു ടേസ്റ്റാണിത്. കുട്ടികൾക്കെല്ലാം മയോണൈസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെടും. ഒന്നാമത് സ്കൂൾ വിട്ട് വരുന്ന സമയത്തെല്ലാം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ സാൻഡ്വിച്ചെല്ലാം കൊടുത്താൽ. അപ്പോൾ നമ്മളെല്ലാം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല സ്ക്വയർ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. എല്ലാം ഞാനിത് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ആവശ്യത്തിലുള്ള ഓരോരോ പീസ് ഓരോ പാത്രത്തിൽ വെക്കുക. കട്ടൻ ചായ എന്നാക്കിയിട്ടുള്ള പീസ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.